സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോക മത്സ്യത്തൊഴിലാളി ദിനം ആചരിച്ചു. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിജി തയ്യലിന്റെ അധ്യക്ഷതയിലാണ് ലോക മത്സ്യത്തൊഴിലാളി ദിനം ആചരിച്ചത്. ദിനാചരണം കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 16, 2024 ഒരു മാസം സമയം കൊടുത്തിട്ട് പറഞ്ഞു, ഒരു മാസത്തിനകം കേരളത്തിന്റെ തീരപരിപാലന പ്ലാൻ പൊതുജനങ്ങൾക്കായി വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഒരു മാസം കഴിഞ്ഞു, ഇന്ന് 21-ാം തീയതിയായി. വീണ്ടും മിനിഞ്ഞാന്ന് കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു ഇനി കുറച്ചുകൂടി ഒപ്പിടാനുണ്ട്. അതായത് 2019 വിജ്ഞാപനത്തിന്റെ അന്ന് 2019 ജനുവരിയിൽ ഇറങ്ങിയത് 5 വർഷത്തിന് ശേഷം പ്ലാൻ പൂർത്തിയായി ആ പ്ലാൻ പ്രഖ്യാപനം നടത്തി. ഇനി അത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ കുറച്ചാളുകൾ ഒപ്പിടാനുണ്ടെന്നാണ് പറയുന്നത്. അത് തീരവാസികളുടെ കാര്യമായതുകൊണ്ടാണ് ഒപ്പത്തിങ്ങനെ നീണ്ടുപോകുന്നത്. എന്തായാലും അധികം വൈകില്ല. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക, തീരവും തീരദേശവാസികളുടെയും സംരക്ഷണം, മത്സ്യത്തിന്റെ ന്യായമായ വില ലഭ്യമാക്കുക, ഇന്ധന വില വർധനവ് തടയുക, ബോട്ടുകളുടെ രജിസ്ട്രേഷൻ ഫീസ് വെട്ടിക്കുറയ്ക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിഗണിക്കണമെന്ന് യോഗത്തിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. ലോക മത്സ്യത്തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് തെക്കേ ചെല്ലാനം പള്ളിയങ്കണത്തിൽ നിന്നും ഹാർബറിലേക്ക് മത്സ്യമേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനവും നടത്തി. ജില്ലാ സെക്രട്ടറി VS പൊടിയൻ, യേശുദാസ് പൊള്ളയിൽ, സെന്റ് ജോർജ് പള്ളി ഇടവക വികാരി ഫാദർ ജോൺ കളത്തിൽ, NFF എക്സിക്യൂട്ടീവ് അംഗം ചിന്നാപ്പോൾ, മത്സ്യത്തൊഴിലാളി ക്ഷേമസംഘം പ്രസിഡന്റ് PV വിൽസൺ, ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ജയൻ കുന്നേൽ, ഷൂരിയാർ വാച്ചാക്കൽ, ജോഷി കട്ടപ്പശ്ശേരി, ജിജി ഇടമുക്കിൽ, ജോസി അറയ്ക്കൽ, ബാബു കല്ലുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ രക്ഷകരായിരുന്ന 2018 മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഒരു രക്ഷയുമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ്. രക്ഷകർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് ജീവിക്കുന്നത്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യ ഒട്ടാകെ എനിക്ക് തോന്നുന്നു ലോകം മുഴുവനിലേക്കും ഈ ഒരു ദിനാചരണം, ഈ ഒരു ദിവസം മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കിക്കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും പണിക്ക് പോകുന്നു. നമ്മളുടെ ഈ ദിനത്തില് നമ്മൾ പണിമുടക്കിക്കൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിൽ നമ്മൾ ഇതൊരു ആഘോഷകരമാക്കി മാറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ചു വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.